ജൂൺ മാസം 14-ാം തീയതി, അതായത് ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് മഹാരാജ എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിൽ നിന്ന് ഗർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയായിരുന്നു ഞാൻ ഇന്നലെ കാണാൻ പോയത്. രാവിലെ ഒരു എന്താ പറയുക, ലൈസൻസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു ഷോ തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു മഹാരാജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കയറിയാലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തായാലും ഗർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്നാലേ, അതുകൊണ്ട് അത് തന്നെ കണ്ടേക്കാന്നുള്ളതിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മഹാരാജ എന്ന സിനിമ ഇന്നിപ്പോൾ ഇറങ്ങി വന്നു. അപ്പോൾ ഇന്നലെ മഹാരാജ കണ്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ, സത്യം പറയുകയാണെങ്കിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സിനിമ കണ്ടു. നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയാണ് മഹാരാജ എന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നിതിലൻ സ്വാമിനാഥനാണ്. തിരക്കഥ സംവിധാനമൊക്കെ നിതിലൻ സ്വാമിനാഥനാണ്. കുരങ്ങ് ബൊമ്മ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കിഡ്ലൻ മൂവിയായിരുന്നു. ഒരു സാധാ സിനിമ എന്നുള്ള ഇതിൽ വന്ന് അവസാനത്തേക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് നമ്മളെ തരിച്ചിരിക്കാൻ അറിയില്ല, ആ രീതിയിൽ ചെയ്തൊരു സിനിമയായിരുന്നു കുരങ്ങ് ബൊമ്മ എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം 6 വർഷം, 2018 അങ്ങനെയാണ് ആ സിനിമയുടെ റിലീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിതിലൻ സ്വാമിനാഥൻ്റെ അതിനുശേഷം 6 വർഷത്തിന് ശേഷം വന്ന സിനിമയാണ് ഈ മഹാരാജ എന്ന സിനിമ. വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ട് വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ. വിജയ് സേതുപതിയും അനുരാഗ് കശ്യപും മമത മോഹൻദാസ്, അഭിരാമി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമ, 22 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സീറ്റ് അടിച്ച് ത്രില്ലർ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലുണ്ടെന്നാണ്. സൂപ്പർ ഡയറക്ഷൻ, കിടിലം പെർഫോമൻസ്, മ്യൂസിക് ആണെങ്കിൽ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത വിധം, അതായത് മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്കുള്ള ട്വിസ്റ്റ് എല്ലാം കൊണ്ടും കിടിലനായിട്ട് തന്നെ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ വീട്ടിലെ ലക്ഷ്മി എന്ന പേരുള്ള കുപ്പത്തൊട്ടി പറഞ്ഞാൽ എന്താ പറയുക, വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം. അതിനൊരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലക്ഷ്മി എന്ന് പേര് വിളിക്കുന്നത് എന്തുകൊണ്ടാണുള്ള ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്മി എന്ന് പേരിൽ ആ ഒരു കുപ്പത്തൊട്ടി കളവ് പോയി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരികയാണ് നമ്മുടെ നായകൻ, മഹാരാജ എന്ന പേരിലുള്ള നമ്മുടെ നായകൻ വിജയ് സേതുപതി. പോലീസുകാർ പറയും കുപ്പത്തൊട്ടി ഇവന് ഭ്രാന്താണ്, കുപ്പത്തൊട്ടി കളവ് പോയി എന്ന് പറഞ്ഞ് വരുന്നവന് ഭ്രാന്തിൻ്റെ ആയിരിക്കില്ല, ഇവനെ ഭ്രാന്താന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. പിന്നെ എന്താണ് സംഭവം എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരുന്ന സിനിമയാണ് മഹാരാജ എന്ന സിനിമ. ഫസ്റ്റ് ഹാഫിൽ എടുത്ത് നോക്കിയാൽ കുറേ ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമുക്കത് സീരിയസ് ആയിട്ടാണ് കാണിക്കുകയെങ്കിൽ നമുക്കൊരു കോമഡിയായി തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയൊരു സംഭവമായി തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സിനിമയുടെ എൻഡിങ്ങിൽ, അതായത് ക്ലൈമാക്സിലേക്ക് വേണ്ട സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. അത് ഏത് രീതിയിലാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്, ഏത് രീതിയിലാണ് മേക്ക് ചെയ്തെടുത്തത്, ആ സ്റ്റോറി പറയുന്ന ആ രീതി നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അത്രയും കൂടെ ക്ലിക്ക് ആവില്ല. പക്ഷെ പിന്നെ പോകുന്നതിനനുസരിച്ച് സെക്കൻഡ് ഹാഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൊളിയാണ്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഞെട്ടിത്തരിച്ച് ഇരുന്ന് പോകുന്ന രീതിയിലുള്ള ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ്. ട്വിസ്റ്റ് തന്നെയാണ്, സസ്പെൻസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അനുരാഗ് കശ്യപ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസുകളൊക്കെ എല്ലാവരും പക്ക സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ ഒരു കഥാപാത്രം ഒരു വേറെ മാതിരി ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് തന്നെ പറയാവുന്ന ഒരു കഥാപാത്രമാണ് മഹാരാജ എന്ന കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വന്ന ഒരു കഥാപാത്രം അവർ ക്ലൈമാക്സിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഗ്രിപ്പിംഗ് ആണ്, സ്റ്റോറി നല്ല ഗ്രിപ്പിംഗ് ആണ്. അതായത് സീറ്റ് അഡ്ജ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ആ 2 മണിക്കൂറും 22 മിനിറ്റ് എന്നുള്ളത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്, ബോറടിക്കാത്ത രീതിയിൽ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും ഇന്നതായിരിക്കും സംഭവം എന്നുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ ആ പ്രഡിക്ഷനൊക്കെ അസ്ഥാനത്താകുന്ന രീതിയിലായിരുന്നു സിനിമയുടെ എൻഡിങ് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുപ്പിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഹാഫിൽ എന്താണ് ഇവർ പറഞ്ഞു വെച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇൻട്രവൽ ആ ടൈമിലൊരു കിഡ്ലൻ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു 1.5 ഫൈറ്റാണ്, രക്ഷയില്ലാത്ത ഫൈറ്റാണ്. വയലൻസ് ഒക്കെ ഇങ്ങനെ വാരി വെതറാണ് വയലൻസ് ഒക്കെ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. പിന്നെ വിജയ് സേതുപതിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടാണ്. അത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും, ഒരു ഹെവി ആയിട്ടാണ് വിജയ് സേതുപതിയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. എന്തായാലും സിനിമ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മഹാരാജ എന്ന ഈ ഒരു സിനിമ. ഇന്നലെ കാണാൻ പറ്റാത്തതിൽ നഷ്ടമുണ്ട്. പക്ഷേ ഇന്ന് കണ്ടു. കാണാത്തവർ എന്തായാലും നിർബന്ധമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം.
ഒരു കിടലൻ സിനിമ, അങ്ങനെ തന്നെ പറയാം. കിടലൻ സിനിമ. പിന്നെ വിജയ് സേതുപതിയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ കുറേ പൊട്ടപ്പടങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ 50ാമത്തെ സിനിമ അടിപൊളി സെലക്ഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.